സ്പൈസ് വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സേമിയ പായസമാണ്. ഇന്ന് നമ്മൾ പാല് വെച്ചിട്ടുള്ള സേമിയ പായസമാണല്ലോ നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു തരത്തിൽ ശർക്കര വെച്ചിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് നമ്മൾ കുറച്ച് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സേമിയ വെച്ചിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിൽ നമ്മൾ ആദ്യം തേങ്ങാക്കൊത്തും മുന്തിരി കശുവണ്ടി ഇതാദ്യം വറുത്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സേമിയയും വറുത്തെടുക്കണം. അത് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിന് ശേഷം കശുവണ്ടി മുന്തിരി അങ്ങനെ വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ലേശം നെയ്യും കൂടെ ചേർക്കാം. നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. സേമിയ ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പ് സേമിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഇതിൻ്റെ അളവുകൾ വരുന്നത്. അപ്പോൾ സേമിയ നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റഡ് സേമിയാണ് കിട്ടുന്നതെങ്കിലും അത് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിക്കാം. വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അത് നമ്മളൊരു 5 കപ്പ് അളന്നെടുത്താണ്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയാക്കിയതാണ്. 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ തീ ഇച്ചിരി കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പം നന്നായിട്ട് നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ അത് ഓരോ കട്ടിപ്പാലായിട്ടാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ 1 കപ്പ് കട്ടിപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ. നമ്മൾ തീ കുറച്ചിട്ടിരിക്കുകയാണ്. ഇത് തിളയ്ക്കണ്ട. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും ജീരകം വറുത്ത് പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ആദ്യം 1 കപ്പ് ചേർത്തു, പിന്നെ 1/2 കപ്പും കൂടെ മാറ്റി വെച്ചിരുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ, അതിൻ്റെ കുറുകിയ പാൽ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടി, തേങ്ങാക്കൊത്ത്, മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം.
നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി നോക്കുക, തയ്യാറാക്കി നോക്കുക കേട്ടോ.